ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇങ്ങനെ കേരള നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ 15 അതേ നിയമസഭയിൽ പാലക്കാടിന്റെ MLA ആയി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുറപ്പ്. ഇത് പറയുന്നത് BJPയോടും CPM-നോടും അവരെ സഹായിക്കുന്ന മാധ്യമ കൂട്ടങ്ങളോടുമാണ്. അത് മാത്രമല്ല, അതിനു മുമ്പ് പാലക്കാട്ടെ തന്റെ എല്ലാമായ ജനങ്ങളുടെ മുമ്പിൽ തന്റെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് മാത്രമേ അദ്ദേഹം നിയമസഭയിൽ പോവുകയുള്ളൂ. ഇതും ഒരു വലിയ ഉറപ്പ് തന്നെ. ഇന്ന് അതിന്റെ മുഴുവൻ സത്യങ്ങളും മറഞ്ഞിരിക്കുന്ന ഗൂഢാലോചനകളും ജനങ്ങൾ അറിയാതെ പോകാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് അവതരിപ്പിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ. സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. പരാതിയില്ല, തെളിവുകളില്ല, കേസ് പോലും നിലവിലില്ല. എന്നാൽ ഒരാളെ ഇല്ലാതാക്കാൻ CPM, BJPയും പിന്നെ കുറച്ച് മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന വ്യാജ ആരോപണങ്ങളുടെ ഒരു സുനാമി. പക്ഷേ ജനങ്ങൾ ഇനി മിണ്ടാതിരിക്കില്ല. സെപ്റ്റംബർ 15 മുമ്പ് പാലക്കാടിൽ നിന്ന് തുടങ്ങുന്ന അഗ്നിശക്തി അത് CPM-നും BJPക്കും അവരെ സഹായിക്കുന്ന മാധ്യമങ്ങളെയും നടുക്കുന്ന ഒന്നായിരിക്കും. അത് മാത്രമല്ല, അത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്നതാവും എന്നുറപ്പ്. ഇന്ന് CPM-നും BJPക്കും ഒരുപോലെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റൊന്നുമല്ല, ആശയപരമായി ഒരിക്കലും അവർക്ക് അയാളെ തോൽപ്പിക്കാനാവില്ലെന്ന് വ്യക്തമായി. അതിനാലാണ് ഇപ്പോൾ അവർ കളി മാറ്റിയത്. വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന അതാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. BJPയും CPM-ഉം രണ്ട് ഭരണകക്ഷികളും ചില മാധ്യമങ്ങളും ചേർന്ന് വ്യാജ ആരോപണങ്ങളുടെ സുനാമിയാണ് ഇപ്പോൾ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനൊന്ന് തുറന്നു പറയട്ടെ, നിങ്ങൾ ഇതിനോടകം തന്നെ പരാജയമടഞ്ഞിരിക്കുന്നു. വീണ്ടും വീണ്ടും പരാജയത്തിന്റെ കുഴിയിലേക്ക് തന്നെയാണ് നിങ്ങൾ വീണുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും ഭരണകക്ഷിയുടെ അച്ചാരം വാങ്ങി ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ചിന്ത. അതിനായി അവർ പുറത്തുവിടുന്ന കഥകൾ കേട്ടാൽ നമ്മളെല്ലാം ഞെട്ടിപ്പോകും. നിങ്ങൾ ഒന്ന് കേൾക്കണം. ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്തകളാണ്. ബാംഗ്ലൂരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖാന്തരമുണ്ടായ ഗർഭം അലസിപ്പിച്ചത്. 2 സ്ത്രീകളാണ് ബാംഗ്ലൂരിൽ ഗർഭം അലസിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്ത്രീ രണ്ടാമത്തെ സ്ത്രീയെ ഇതിൽ വളരെയധികം സഹായിച്ചു. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഗർഭം അലസിപ്പിക്കാനും മറ്റും ഇപ്പോൾ സഹകരണ പ്രസ്ഥാനം പോലെയാണോ നടക്കുന്നത്? സുഹൃത്തുക്കളെ, ചോദിക്കട്ടെ, ഇതൊരു യഥാർത്ഥ വാർത്തയാണ്. ഇത് കേൾക്കുന്ന ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇത് വെറും കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ്. ഒരാളെ തീർത്തും ഇല്ലായ്മ ചെയ്യാൻ ഇങ്ങനെ വ്യാജ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നവർക്ക് ഉളിപ്പുണ്ടോ? നിങ്ങൾക്കൊരു നാണമുണ്ടോ? നമുക്കറിയാം, ആദ്യമെല്ലാം മറ്റൊരു ചാനലായിരുന്നു ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അവരുടെ സ്വന്തം കുറെ വനിതാ ജീവനക്കാർ തന്നെ പുറത്തു വന്ന് അവരുടെ സ്ഥാപനത്തിൽ ഞങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് തെളിവുകളോടെ പരാതിപ്പെട്ടപ്പോൾ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു. ഇന്ന് ആ സെയിം ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് ഭരണകക്ഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു മാധ്യമമാണ്. ഇവർ ഓഫീസിൽ ഇരുന്ന് തന്നെ കെട്ടിച്ചമച്ച വാർത്തകൾ ഉണ്ടാക്കിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളപ്രചാരണം നടത്തുകയാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് അവർക്കാകെ ലഭിച്ചത് മൊത്തം 13 പരാതികളാണ്. അതിൽ മിക്കതും ഇമെയിൽ മുഖാന്തരവും, മറ്റുള്ളവയിൽ പലതും തേർഡ് പാർട്ടി പരാതികളുമാണ്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
അതായത് ഞാൻ തന്നെയാണ് പീഡനത്തിനിരയായ വ്യക്തി എന്ന് പറഞ്ഞ് നേരിട്ട് പരാതി നൽകിയ ഒറ്റ വനിതകൾ പോലുമില്ല. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ രീതിയിൽ തന്നെയല്ലേ CPM മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായി പരാതി ലഭിച്ചിരുന്നത്? അതുപോലെ തന്നെ ഇയാളിൽ നിന്നും ഇത്ര തിക്ത അനുഭവം ഉണ്ടായി എന്ന് അതിനിരയായ സ്വപ്ന സുരേഷ് തന്നെ നേരിട്ട് വെളിപ്പെടുത്തതല്ലേ. എന്നാൽ അവിടെയൊന്നും നിങ്ങൾക്ക് കേസെടുക്കാനാവില്ല. അതുപോലെ തന്നെ മുൻ സ്പീക്കർക്കും നടനും MLA മുകേഷിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശിക്കും ഇപ്പോഴും കേസുകൾ നിലവിലുണ്ട്. എന്നാൽ അവർ ഇന്നും ആ സ്ഥാനത്ത് തന്നെയും അതേ അധികാരത്തിലും തുടരുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ ഒരു പരാതിയോ കേസോ ഇല്ലാതെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് CPM BJP ചേർന്നുള്ള ഇരട്ടത്താപ്പ്. സത്യം ഒളിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ CPM കേന്ദ്രത്തിൽ BJP ഭരണകക്ഷികളാണ് ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് ഒരു തെളിവിന്റെ ഒരു അംശമെങ്കിലും ഈ കേസിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ കേസ് നീണ്ടുപോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് രാഹുലിനെ ഇല്ലാതാക്കാനുള്ള CPM BJP മാധ്യമ ഗൂഢാലോചന മാത്രമാണെന്ന്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്തെല്ലാം മറിമായങ്ങൾ കാട്ടിയാലും, എത്രത്തോളം കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയാലും, അടുത്ത സെപ്റ്റംബർ 15 പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ MLA എന്ന രീതിയിൽ പാലക്കാട്ട് ഇറക്കില്ലെന്നും അതുപോലെ തന്നെ നിയമസഭയിൽ കയറാൻ അനുവദിക്കില്ല എന്നുമൊക്കെ. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഒരു MLA തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം ആർക്കും തടയാനാവില്ല. അത് തടയാൻ ശ്രമിക്കുന്നവർക്ക് തന്നെ വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്നതാണ് വസ്തുത. അതായത് IPC 156 MLA പ്രവൃത്തി തടസ്സപ്പെടുത്തുക, അതിന് 3 മാസം വരെ തടവ് കിട്ടും. IPC 189 MLA ഭീഷണിപ്പെടുത്തുക, അതിന് 2 വർഷം വരെ തടവുണ്ട്. പിന്നീട് IPC 353 MLA ആക്രമിക്കുക അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുക, അതിന് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷകളാണ്. അതായത് സുഹൃത്തുക്കളെ, MLA വഴി തടയുന്നത് നിയമത്തിനോടുള്ള പോരാട്ടം തന്നെയാണ്. അതിനാരെങ്കിലും മുതിർന്നാൽ അതിൽ നിന്നും രാഹുലിനെ സംരക്ഷിക്കേണ്ടതും കുറ്റക്കാർക്ക് വലിയ ശിക്ഷ നൽകേണ്ടതും ഈ സർക്കാരിന്റെ തന്നെ കടമയാണ് എന്നതും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് ഒരു ചോദ്യങ്ങൾക്കും അദ്ദേഹം പ്രതികരിക്കാത്തത്? അതിന് എന്റെ മറുപടി ഒന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, പുലി പതുങ്ങുന്നത് ഭയന്നിട്ടല്ല. ഇന്ന് അവർ ഉയർത്തുന്ന ഓരോ കേസിലും എതിരാളികൾ പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെട്ട് അവസാനം അവർ തളരും. ആ സമയത്ത് 10 മടങ്ങ് ശക്തിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കും. അതിനായി അദ്ദേഹം ഊർജം സംഭരിച്ചു കൂട്ടുകയാണ്. അതാണ് സുഹൃത്തുക്കളെ സത്യം. അതാണ് ഞാൻ പറയുന്നത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2ാം വരവായിരിക്കും. ആദ്യം അദ്ദേഹം വന്നത് കോൺഗ്രസ് MLA ആയിട്ടാണ്. ഇന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ അംഗമല്ല, എങ്കിലും ജനങ്ങളുടെ MLA ആയി, പാലക്കാടിന്റെ MLA ആയി അദ്ദേഹം ഇതാ തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ചോദ്യമേ ഉള്ളൂ, എന്തിനാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കേണ്ടത്? അതിന്റെ പ്രധാന കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് ഒറ്റ ലൈനിൽ പറഞ്ഞു പോകാം. 1, ആർക്കും പരാതിയില്ല. അതായത് ഇതുവരെ ഒരു സ്ത്രീ പോലും നേരിട്ട് പരാതി നൽകിയിട്ടില്ല. 2, കേസില്ല. അതായത് FIR ഒന്നുമില്ല, വെറും ആരോപണങ്ങൾ മാത്രം. 3, ഇത് ഇരട്ടത്താപ്പാണ്. കേസുള്ള MLA മാർക്കും മന്ത്രിമാർക്കും വിലക്കില്ല, രാഹുലിന് മാത്രം വിലക്ക്. 4, മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ, തിരിവില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ. 5, ക്രൈംബ്രാഞ്ച് തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അതായത് 13 തേപ്പാർട്ടി പരാതികൾ മാത്രം, അതിജീവിത നേരിട്ട് ഒരു പരാതിയും നൽകിയിട്ടില്ല. 6, രാഹുലിന്റെ ജനപിന്തുണ. പാലക്കാട്ട് തുറന്നു പറഞ്ഞു, ഞങ്ങൾ രാഹുലിനോടൊപ്പമാണ്. 7, കോൺഗ്രസിന്റെ ഭാവി. യുവജനങ്ങളുടെ കരുത്താണ് രാഹുൽ. അദ്ദേഹത്തെ തടഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ ദോഷമാകും. 8, നിയമത്തിന്റെ ന്യായം. അതായത് തെറ്റുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, പക്ഷേ ആരോപണത്തിന്റെ പേരിൽ ആരെയും ഇവിടെ ശിക്ഷിക്കാനാവില്ല. 9, ജനങ്ങളുടെ സ്നേഹ കവചം. അതായത് കേരളം മുഴുവൻ പാലക്കാട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങുന്നു. 10, രാഹുലിന്റെ 2ാം വരവ്. ഇനി രാഹുൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരേണ്ടത്
കേരളത്തിന് തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചേ മതിയാവും. അതായത് പരാതിയില്ല, കേസുകളില്ല, തെളിവുകളില്ല, വെറും വ്യാജ ആരോപണങ്ങൾ മാത്രം. അങ്ങനെയിരിക്കെ ഒരു MLA ഇല്ലാതാക്കാനുള്ള CPM, BJP മാധ്യമ ഗൂഢാലോചനയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഇനി മിണ്ടാതിരിക്കില്ല. സെപ്റ്റംബർ 15 മുമ്പേ പാലക്കാട് മുതൽ തുടങ്ങുന്ന സ്നേഹ കവചം രാഹുലിന്റെ രണ്ടാം വരവിന്റെ തുടക്കമാകും. സത്യം ജയിക്കും, വ്യാജം തോൽക്കും. അതാണ് സുഹൃത്തുക്കളെ ചരിത്രം. ഈ സത്യത്തിൽ നിങ്ങളും ഞാനും പങ്കാളികളാകണം. രാഹുലിന് സ്നേഹ കവചം തീർക്കാൻ നമ്മൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കാരണം അവരുടെയും അഭിപ്രായം ഈ നീതി പോരാട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകണം എന്നതാണ് വസ്തുത. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും, ചർച്ച ചെയ്യും, വിശകലനം ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റിനും തക്കതായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്ന ഉറപ്പ് ഞങ്ങൾ ഇവിടെ നൽകട്ടെ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.